കേരള മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ രൂക്ഷമായി വിമർശിച്ച് ദേശാഭിമാനി പത്രത്തിൽ മുഖപ്രസംഗം. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പിടിച്ചടക്കാനുള്ള സംഘപരിവാർ നീക്കത്തിന് ആരിഫ് മുഹമ്മദ് ഖാൻ നേതൃത്വം നൽകിയെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു. ഭരണഘടനയിലെ ഫെഡറൽ തത്വങ്ങളെ ആരിഫ് മുഹമ്മദ് ഖാൻ കാറ്റിൽ പറത്തി. ആരിഫ് ഖാന്റെ ഇടപെടലുകൾ അതിര് കടന്നപ്പോഴാണ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ തീരുമാനിച്ചത്. ഇതിനായുള്ള ബില്ല് ഒപ്പിടാതെ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമസഭയും ജനങ്ങളെയും അപമാനിച്ചെന്നും മുഖപ്രസംഗത്തിൽ വിമർശനമുണ്ട്. സെയ്ഫ് സൈൻലാബ്ദീൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സെയ്ഫ്, എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു മുഖപ്രസംഗത്തിൽ? ജിൽസിക്കറിയായിരിക്കും, ഒരു ചെറിയ ബുദ്ധിമുട്ടൊന്നും അല്ല സംസ്ഥാന സർക്കാരിന് ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടാക്കിയത്. അദ്ദേഹം ഗവർണറായിരുന്ന സമയം മുഴുവൻ സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ള പോരുകൾ നമ്മൾ കണ്ടു. കേരളത്തിന്റെ തെരുവുകളിൽ ഇറങ്ങി ഗവർണർ സർക്കാരിനെതിരെയും പോലീസിനെതിരെയും മുദ്രാവാക്യം വിളിക്കുന്നതും അതുപോലെ തന്നെ മറ്റ് പല ഇടപെടലുകൾ നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. ആ രോഷം സംസ്ഥാന സർക്കാരിന് ഇതുവരെ മാറിയിട്ടില്ല എന്നുള്ളതിന്റെ കൃത്യമായ സൂചനയാണ് ദേശാഭിമാനിയുടെ ഇന്നത്തെ എഡിറ്റോറിയലിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. KTU VC നിയമനവുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു ഉത്തരവ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് വന്നിരുന്നു. താൽക്കാലിക VCയെ നിയമിക്കണമെങ്കിൽ പോലും സംസ്ഥാന സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് വേണം ആ VC നിയമനം എന്നുള്ളതായിരുന്നു ആ ഉത്തരവ്. താൽക്കാലിക VCയെ നിയമിച്ചയാൾ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു. ആ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ഒരു മുഖപ്രസംഗം ദേശാഭിമാനിയിൽ വന്നിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ വെടക്കാക്കി തനിക്കാക്കാനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് ദേശാഭിമാനി ലേഖനത്തിൽ എഡിറ്റോറിയലിൽ പറയുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പിടിച്ചടക്കാനുള്ള സംഘപരിവാർ നീക്കത്തിന് ആരിഫ് മുഹമ്മദ് ഖാനാണ് കേരളത്തിൽ നേതൃത്വം നൽകിയത്. ഭരണഘടനയിലെ ഫെഡറൽ തത്വങ്ങളെ ഖാൻ കാറ്റിൽ പറത്തി എന്ന് ഇതിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇതെല്ലാം വ്യക്തമാക്കുന്നതാണ് KTU VC നിയമനവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉത്തരവ്. കാവ്യ രാഷ്ട്രീയത്തിലെ കണ്ണിലെ കരടാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല. ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ അതിരുകൾ കടന്ന പശ്ചാത്തലത്തിലാണ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റാൻ വേണ്ടിയുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുക്കുകയും നിയമസഭ ഒരു ബില്ല് പാസാക്കി ഗവർണർക്ക് മുന്നിലേക്ക് അയക്കുകയും ചെയ്തത്. പക്ഷേ അതിൽ ഒപ്പിടാതെ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത് എന്ന കുറ്റപ്പെടുത്തൽ കൂടി ഈ മുഖപ്രസംഗത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും സംസ്ഥാന സർക്കാരിനും CPM-നും അദ്ദേഹത്തിനോടുള്ള രോഷം ഇതുവരെ അടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത.